കോഴിക്കോട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. മുമ്പ് വഹിച്ചിരുന്ന വകുപ്പുകൾ തന്നെ ലീഗ് ആവശ്യപ്പെടുമെന്നാണ് സൂചന. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി കുഞ്ഞുമോൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, 5 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ലീഗിന്റെ ആവശ്യത്തിലോട് അവർ അയവ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നാളെ മാത്രമേ അന്തിമമായി നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാലങ്ങളായി 4 മന്ത്രിസ്ഥാനമാണ് മുന്നണിക്കുള്ളിൽ ലീഗിന് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. അവർക്ക് അനുവദിച്ച സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ വർധനവുണ്ടായിട്ടുണ്ട്. അർഹമായ പ്രാതിനിധ്യം അവർക്ക് വേണമെന്നുള്ള ആവശ്യമാണ് ലീഗിനുള്ളത്. ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 പേരുടെ കാര്യത്തിൽ, മന്ത്രിസ്ഥാനത്തിൽ 4 പേരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായ വകുപ്പും, പി കെ ബഷീറിന് പൊതുമരാമത്ത് വകുപ്പും, എൻ ഷംസുദ്ദീന് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവുമാണ്. കെ എം ഷാജിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളാണ് നിലവിൽ നൽകാനുള്ള ധാരണ പ്രാഥമികമായി ഉള്ളത്. ഇതിൽ പൊതുവിദ്യാഭ്യാസവും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ ഒരൊറ്റ മന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ലീഗ് UDF-നുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് എൻ ഷംസുദ്ദീൻ, മണ്ണാർക്കാട് നിന്നുള്ള എൻ ഷംസുദ്ദീന്റെ പേരാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ലീഗ് പരിഗണിക്കുന്നത്. മാത്രമല്ല, പി കെ കുഞ്ഞാലിക്കുട്ടി മുൻപ് കൈകാര്യം ചെയ്ത വ്യവസായ വകുപ്പ് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയിലേക്കും, ഒപ്പം തന്നെ പുതിയതായി മന്ത്രിസഭയിലേക്ക് അംഗമാകുന്ന പൊതുമരാമത്ത് വകുപ്പ് ചുമതലയാണ് പി കെ ബഷീറിനും നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.